ഹലോ. ഇന്ന് ഞാൻ 3 പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. 3ഉം ഒരു ഓഥറിൻ്റെ തന്നെയാണ്. ഡോക്ടർ ബി. ഉമാദത്തൻ എന്ന കേരളത്തിലെ ആദ്യത്തെ മെഡിക്കോ ലീഗൽ അഡ്വൈസർ ആയിരുന്ന ഫോറൻസിക് സർജൻ. അദ്ദേഹം വളരെ പ്രശസ്തമായ പല കേസുകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളെല്ലാം ഇന്നും സുപരിചിതമായിട്ടുള്ള സുകുമാരക്കുറുപ്പ് കേസ്. സുകുമാരക്കുറുപ്പിൽ അത് ചാക്കോ വധക്കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചാക്കോയുടെ കത്തിക്കരിഞ്ഞ ബോഡി, കാറിൽ നിന്ന് കണ്ടെടുത്ത കത്തിക്കരിഞ്ഞ ബോഡി അത് സുകുമാരക്കുറുപ്പിൻ്റെ അല്ല എന്ന് സ്ഥിരീകരിച്ചതും മറ്റും ഈ ഡോക്ടർ ബി. ഉമാദത്തനാണ്. അതുപോലെ തന്നെ മരണം എങ്ങനെയാണ് നടന്നതെന്നും മറ്റും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും ആ കേസിൻ്റെ വഴി തിരിച്ചുവിടുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫോറൻസിക് ഓട്ടോപ്സിയും മറ്റും കൊണ്ടാണ്. അതുകൂടാതെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള പോളക്കുളം പീതാംബരൻ കേസ് ഒരുപക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അറിയില്ലെങ്കിലും ആ കേസിൻ്റെ പേര് വെച്ച് നമുക്കറിയില്ലെങ്കിലും ആ കേസ് നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതാണ് CBI ഡയറിക്കുറിപ്പിൽ CBI മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജഗതിയും കൂടെ ചേർന്നൊരു ഡമ്മി ടെസ്റ്റ് നടത്തുന്ന ആ ഒരു ടെസ്റ്റ് ശരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് നടത്തപ്പെട്ടത് ഈ പോളക്കുളം പീതാംബരൻ കേസിലാണ്. അതായത് പീതാംബരൻ എന്നൊരു വ്യക്തി അയാൾ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയുണ്ടായി. അത് മരിച്ചത് അദ്ദേഹം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ, അതായത് ആരെങ്കിലും എടുത്തെറിഞ്ഞതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി, ആ ബോഡി എത്ര ദൂരം ചെന്ന് വീഴും എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു ഡമ്മി ടെസ്റ്റ് അന്ന് CBI നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അത് വലിയൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ആ സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു CBI ഡയറിക്കുറിപ്പിൽ ആ ഒരു ഡമ്മി ടെസ്റ്റൊക്കെ വന്നത്. അത് നമുക്ക് ഇന്നും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വളരെയധികം ഇന്നും വളരെ പ്രശസ്തമാണ് ആ ഒരു കാര്യം. അപ്പോൾ ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതും അതിൻ്റെ ഫോറൻസിക് ഓട്ടോപ്സി മറ്റും നടത്തുകയും ചെയ്തത് ശ്രീ ഉമാദത്തൻ സാറാണ്. അതിനുശേഷം അദ്ദേഹം പാനൂർ സോമൻ കേസ് എന്ന വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസ്, അതായത് ഒരു SI പാനൂർ SI ആയിരുന്ന സോമൻ, ആ സോമൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. അപ്പോൾ അത് ആത്മഹത്യ ചെയ്തതാണോ കൊലപാതകമാണോ എന്നതിൽ വലിയൊരു പ്രശ്നം, അതായത് കൂടെ ഉണ്ടായിരുന്ന ചില പോലീസുകാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ആ കേസിൻ്റെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് ഡോക്ടർ ബി. ഉമാദത്തൻ സാറാണ്. അദ്ദേഹം അത് സംബന്ധിച്ച് ചില അഡ്വൈസുകൾ കൊടുക്കുകയുണ്ടായി ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട. ആ ഒരു കേസും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇരട്ട എന്ന ഒരു ജോജു ജോർജിൻ്റെ ഒരു സിനിമയിൽ ഇതുമായിട്ട് ഈ ഒരു ബന്ധപ്പെട്ട SI ഒരു സ്റ്റേഷൻ വെച്ച് മരിക്കുന്ന ആ ഒരു സംഭവം അത് ഈ പാനൂർ സോമൻ കേസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില കൺസൾട്ടേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൂടാതെ ഇത് മൂന്നുമാണ് വളരെ പ്രമാദമായ കേസുകൾ. അത് അല്ലാതെ തന്നെ വളരെ പ്രശസ്തമായ പല കേസുകളിലും ആ ഒരു കാലഘട്ടത്തിലെ വളരെ യുണീക്കായിട്ടുള്ള പല കേസുകൾ, പലതും നമ്മളൊരു പക്ഷേ കേരളത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊരു കേസ് ഉണ്ടാകുന്നത്. അതായത് ഉദാഹരണത്തിന് ഏവിയേഷൻ ഫ്യൂവൽ ഉപയോഗിച്ച് കുറേ ആളുകളെ കൊലപ്പെടുത്തിയത്, റൂമിൽ തീയിട്ട് കൊലപ്പെടുത്തുക ഏവിയേഷൻ ഫ്യൂവൽ ഉപയോഗിച്ച്. അത് വളരെ യുണീക്കായിട്ടൊരു കേസാണ്. അതിനകത്ത് വന്നിട്ടുണ്ട് അത് എങ്ങനെ ഒരു വ്യക്തി ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ കേരളത്തിൽ വന്ന് ഒരു കൊലപാതകം നടത്തിയിട്ട് തിരിച്ചു പോയത്. അത് ഈ ഒരു